ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയാണ് അത് അത് ചാണ്ടിപ്പെട്ടി കടുംപെട്ടി വെട്ടിയതല്ലേ മോളെ. കേസ് പ്രസിഡന്റ് ആകാനൊക്കെ വയലാർജി എന്ന് ശ്രമിച്ചതാണ് അച്ചുവിന്. അപ്പം അപ്പൂച്ചി സമ്മതിച്ചില്ല. ഞാൻ മുഖ്യമന്ത്രി ഭാര്യയൊന്നും ഞാൻ വിചാരിച്ചു. കുട്ടാണ്ട് കിടന്ന് ഞാനിങ്ങനെ ഒരിക്കലും മുഖ്യമന്ത്രി ഭാര്യയായിട്ട് ഒരു കാര്യവുമില്ല. ഈ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ പോലും ആൾക്കാർ നിൽക്കുന്ന ആൾ ഒറ്റയ്ക്ക് ഒരു ദിവസം ഒരു പണിക്ക് പോലും കാണാൻ മേലാത്ത ഒരാളിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം. കാരവൻ എടുത്തിട്ട് ആൻ്റണിയും എലിസബത്തിനെയും സുധീറിനെയും കേസ് ജോസഫിനെയും അവരെല്ലാവരും കുടുംബമായിട്ട് നമുക്ക് കന്യാകുമാരി കാസർഗോഡ് വരെ പോകാം. അങ്ങനെ പുള്ളിയുടെ മുഖം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളിക്ക് ഹോപ്പ് കൊടുത്തിരുന്നു എപ്പോഴും. ഉമ്മൻചാണ്ടി സാറില്ലാത്ത ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകളുണ്ടാവും. സാറില്ലാത്തൊരു ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ എന്താണ് ഒരു ഓർമ്മ അദ്ദേഹത്തിൻ്റെ? തീർച്ചയായിട്ടും ഒത്തിരി ഹൃദയത്തിൽ ഒത്തിരി വേദനകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മോൻ ചാണ്ടിയുമ്മന. അതിനകത്ത് സെയിം അക്ഷരങ്ങളാണ്, 2 വാക്കുകൾ, ഉമ്മൻ ചാണ്ടി. ഇപ്പോഴും ചാണ്ടി ഉമ്മൻ തിരിഞ്ഞു പോയെന്ന് മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു ചിന്തയുണ്ട്. പിന്നെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറിയില്ല ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ. കുറേ ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, റിയലും തമ്മിലുള്ള വ്യത്യാസം. റിയലിപ്പോൾ വളരെ കുറവാണല്ലോ. അപ്പം ഉമ്മൻചാണ്ടി ഇത്രയധികം പുതുപ്പള്ളി ഞാനത് അങ്ങനെ എന്നും അങ്ങ് എല്ലാ വീടുകളിലും കയറുകയല്ലേ. എൻ്റെ ഇലക്ഷന് ഞാനത് അങ്ങനെ ഇവിടെ വന്ന് നിന്നിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ചാണ്ടിമോൻ ഞാൻ കൂടുതൽ ഇവിടെ നിൽക്കുന്നേ. അല്ലേ അപ്പോഴൊക്കെ ഞാൻ വരാറൊക്കെ ഉള്ളൂ. 2-3 ദിവസം മുമ്പൊക്കെ വരാറുള്ളൂ. അപ്പോഴേ ഒരുപാട് ആൾക്കാരും പണ്ടത്തെ ഒരു രീതി അല്ലല്ലോ ഇപ്പോഴത്തെ യൂത്തുകാരിപ്പോൾ ചാണ്ടിമോൻ്റെ കൂട്ടത്തിലുള്ളത്. അന്നേ കുറച്ച് പ്രായമായിരുന്നു. ഭയങ്കര രാത്രി കുറക്കുളയ്ക്ക് വീട് കയറി ഒക്കെയാണ്. അപ്പോൾ കംഫർട്ട്സ് കൂടിയുണ്ടത്. പഴയ ശാരീരികമായിട്ട് നടക്കാനും ഒന്നും അവർക്കൊക്കെ പറ്റുന്നില്ല. ചാണ്ടിയും ഉമ്മൻചാണ്ടി സാറും രണ്ടുപേരും ഒരേപോലെ ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഓട്ടം സാറിൻ്റെ ഒരു ഓട്ടം തന്നെയാണോ ഇവിടെ മകനിലും കാണുന്നത്? കുഞ്ഞിനെക്കാട്ടി ഓട്ടം ചാണ്ടിമോൻ ഇത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞിങ്ങനെ ഓടത്തില്ലായിരുന്നു, ചാണ്ടിമോനെ ഓടുകയല്ലേ. കുഞ്ഞിന് ചെരുപ്പ് ഉണ്ടായിരുന്നു, തേഞ്ഞ ചെരുപ്പായിരുന്നു. തേഞ്ഞ് ആ ചെരുപ്പ് അവസാനം ഒന്ന് പൊട്ടിയ ശേഷമേ മാറത്തുള്ളൂ. ചാണ്ടിമോനെ സംബന്ധിച്ചോളം അത് മോനിങ്ങനെ ചെരുപ്പില്ലാതെ ഓടിക്കോളും. അത് കൊച്ചുമോനും ഓടും ചെരുപ്പില്ലാതെ. ഇപ്പം നമ്മൾ ഈ ഇലക്ഷൻ്റെ ടൈമിൽ കാണുന്ന ചാണ്ടി കുറേ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പം സൈക്കിളിൽ പ്രചരണം നടത്തുന്നു, ഫ്ലെക്സ് ഒഴിവാക്കുന്നു. അമ്മച്ചി അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പൊതുവെ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഒരു സ്ഥാനാർത്ഥികളും ഫ്ലെക്സ് ഇല്ലാതെയും ബാനറില്ലാതെയും ഒന്നും മത്സരത്തിന് ഇപ്പോൾ ഇറങ്ങാറില്ല. അപ്പോൾ അതെല്ലാം വേറെ വേറെ കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ അതേ സമയത്താണ് ചാണ്ടി ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. ചാണ്ടിമോഹൻ ആൾക്കാരിൽ ഒത്തിരി വിശ്വാസം. ഞാൻ എപ്പോഴും ഇവിടെ കൂട്ടത്തിലുണ്ട്. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. ഇന്ത്യ ഫ്ലെക്സ് തീരായിട്ട് കാണുന്നില്ലേ, പിന്നെ ഇന്ത്യ ഫ്ലെക്സ് എന്നുള്ളതാണ്. ഒരുപാട് മാനറിസംസ് ഉണ്ട്. പ്രത്യേകിച്ച് മറിയയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. സാറിൻ്റെ എക്സ്പ്രഷൻ, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നലുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ മക്കളും അതേപോലെ അച്ഛനെ പോലെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു? അമ്മച്ചിക്ക് എന്താണ് ഒരു ഫീൽ? പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന ടൈമിലായിരിക്കുമല്ലോ അതിൻ്റെ കൂടുതൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. പിള്ളേർക്കെല്ലാം രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അത് 4 തലമുറയായില്ലേ. കുഞ്ഞിൻ്റെ ഗ്രാൻഡ് ഫാദർ MLC ആയിരുന്നു. കുഞ്ഞിൻ്റെ അപ്പൻ്റെ പെങ്ങൾ ആക്റ്റീവ്, അമ്മണി തോമസ് വള്ളത്ത് ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ 3ാമത്തെ തലമുറയാണ് ഉമ്മൻചാണ്ടി. 4ാമത്തെ തലമുറയാണ് ചാണ്ടി ഉമ്മൻ. ഡെഫിനറ്റ്ലി 3 പിള്ളേർക്കും മറിക്കുട്ടി ഈയിടെയായിട്ടാണ് ഈ രാഷ്ട്രീയമൊക്കെ കൂടായിട്ട് കുഞ്ഞിൻ്റെ ശേഷമാണ്. അച്ഛനൊക്കെ തന്നെ കേസിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ചാണ്ടിമോൻ ആക്റ്റീവായിരുന്നു. കുഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണ്ട പിള്ളേർക്ക് അവരുടേതായ
മേഖല തിരഞ്ഞെടുക്കാം. പക്ഷേ എൻ്റെ യാതൊരു സപ്പോർട്ടും രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത്. എൻ്റെ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കരുത്, ഒരു സപ്പോർട്ട് ഞാൻ തരത്തില്ല. വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ വഴിവെട്ടി കയറിക്കാൻ കേസ് പ്രസിഡൻ്റ് ആകാനൊക്കെ വയലാർജി എന്ന് ശ്രമിച്ചതാണ് ചമ്മാവി അച്ചുക്ക്. അപ്പം അപ്പൂജി സമ്മതിച്ചില്ല. ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് മറിയയും പരിഗണിച്ചിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല. ഞാൻ അതിനെക്കുറിച്ച് അമ്മച്ചിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അതായത് മറിയ രാഷ്ട്രീയത്തിലേക്ക്? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ കുഞ്ഞു പറഞ്ഞ പോലെ തന്നെയാണ്. അവരെന്തുവാന്ന് വെച്ചാൽ ദൈവം ഓർക്കേണ്ടി എന്താ കാര്യം എന്ന് വെച്ചാൽ ഓൾ സെറ്റൻഡാണ് ദൈവം അതെല്ലാം തീരുമാനിക്കുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ എല്ലാ സകലതും, നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമ്മുടെ ജോലി, നമ്മൾ എത്ര പ്രയത്നിച്ചാലും അതിന് വരെ ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാര്യം അറിയാമല്ലോ. ഒന്നാം ജയിക്കണമെന്ന് പറഞ്ഞില്ല നിർത്തിയത്. വലിയൊരു ആദ്യമായിട്ട് എഴുതി നിൽക്കുമ്പോഴാണ് ജയിക്കണ്ട, അത് ഏറ്റവും അടുത്ത ആളായിട്ട് ജയിക്കാതെ നമ്പർ 1 ആയിട്ട് നിന്നാൽ മതി എന്നാണ് പറഞ്ഞ് നിർത്തി. എവിടെ ചെന്നു പിന്നെ ഉമ്മൻചാണ്ടിയെ ഈ ഇടുക്കിയിലോട്ടോ കണ്ടൊരു ബസ് കയറി 77 മുമ്പാണ് ഇടുക്കിക്കാണ് പറഞ്ഞ ബസ്സിൽ കയറി അപ്പോൾ കയറിയപ്പോൾ പോകാനായിട്ട് തുടങ്ങി ഒരാൾ കോളറെ പിടിച്ച് ഇറക്കി അതിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ ആ ബസ് ചെന്ന് പൂർണ്ണ എല്ലാ ആൾക്കാരും ഭരിച്ചു. ഒരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് മോളെ. അത് നോക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ഭാര്യ വന്നു ഞാൻ വിചാരിച്ചോ? കുട്ടാണ്ട് കിടന്ന് ഞാനിങ്ങനെ ഒരിക്കലും മുഖ്യമന്ത്രി ഭാര്യ ആകേണ്ട ഒരു കാര്യവുമില്ല. അത് ദൈവത്തിന് ഒരു സ്പെസിഫിക്കായിട്ട് ഒരു പ്രോജക്ട്സ് ഓരോരുത്തരെക്കുറിച്ചും. അപ്പോൾ അതിന് മറിക്കുട്ടിയുടെ പ്രോജക്റ്റ് ദൈവം വെച്ചിട്ടുണ്ട്. അതോട് ഫുൾഫിൽ ചെയ്യണം. കുറച്ച് നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു എഫർട്ട് കൂടെ വേണം. ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ 2 മക്കളും രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന വലിയൊരു അംഗീകാരമായിരിക്കുമെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലെ തിരിച്ചാണ് മീഡിയക്കാരെപ്പോഴും പറയാം മക്കളുടെ രാഷ്ട്രീയം. ഇപ്പം തന്നെ മോളെന്നോട് ചോദിച്ചത് മക്കളുടെ രാഷ്ട്രീയം വിചാരിക്കുന്നു ചാണ്ടിമൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു. പിന്നെ 2 മക്കൾ വന്ന ഗതി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഈ പറയുന്ന രാഷ്ട്രീയക്കാരൻ തിരിച്ചു പറയും. ഉമ്മൻചാണ്ടിയുടെ കേസ് അതിപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചോണ്ടല്ലേ, അല്ലെങ്കിൽ പറയുമായിരുന്നോ? മക്കളുടെ രാഷ്ട്രീയം ഉമ്മൻചാണ്ടി കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് കൂടുതലായിട്ട് അതിൻ്റെതെല്ലാം കഴിഞ്ഞു. ഇനി ഇലക്ഷൻ്റെ ക്യാമ്പയിനൊക്കെ അല്ലേ, അത് എടുത്തിട്ടുണ്ടോ? ഇനിയും കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ മറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ ഏറ്റവും വിഷമിച്ച് കണ്ടത് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി എന്നുള്ള വാർത്ത കാണിച്ചു അദ്ദേഹം കാണിച്ചു. അപ്പോഴാണെങ്കിൽ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടായെന്ന് മനസ്സിലായ വേറെ ഇൻസിഡൻറ്റ് ഒരാൾ മീഡിയക്കാരെല്ലാം നമുക്കെതിരായിരുന്നല്ലോ. ഒരു മീഡിയ പേഴ്സൺ മാത്രം കട്ട സപ്പോർട്ട് കൊടുത്തു ഉമ്മൻചാണ്ടിക്ക്. അത് ഞാൻ ആളെ എന്നോട് പറഞ്ഞു ഉമ്മൻചാണ്ടി വിളിച്ച് താങ്ക് യു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് എന്താ പറയുന്നത്, മണ്ഡലത്തിൽ കുറേ നാളിന് ശേഷം പറഞ്ഞതാണ്. സത്യമായി എനിക്ക് അപ്പോഴേ മനസ്സിലാകുന്ന ഉമ്മൻചാണ്ടിക്ക് ഇത്രയും വികാരം മനപ്രയാസം. എന്നോട് പറയുന്നതുവാ എനിക്ക് വിഷമിക്കുന്നത് വെച്ചാൽ എന്നോടൊന്നും പറയത്തില്ല. എന്നോട് പറയും അതാരും വിശ്വസിക്കത്തില്ലെന്നേ. പിന്നെ ഉമ്മൻചാണ്ടിക്കല്ല ഐ ആം എബൌട്ട് ഓൾ ദിസ് അലിഗേഷൻസ് എന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ള അതിന് സത്യം ജയിക്കും എന്നുള്ള വിശ്വാസം എപ്പോഴും പുള്ളി പുള്ളി യഥാർത്ഥമായിട്ട് പ്രവർത്തിച്ച് കാണിച്ചു. ഭയങ്കര അഭിമാനമാണ്. അതിലെനിക്ക് അഭിമാനം എന്ന് വെച്ചാൽ ദൈവം എനിക്ക് തന്നല്ലോ എന്ന് വലിയൊരു ദൈവത്തോടൊരു നന്ദിയുണ്ട്. അഭിമാനിക്കാൻ നമുക്ക് എന്താ മോളെ. ഈ ഞായറാഴ്ച ദിവസം ഓശാന പാടി എഴുതി വെള്ളിയാഴ്ച ദിവസം കുരിശിക്കാന്ന് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ബഹുമാനം നിലനിൽക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ഈ ആ ഒരു സങ്കടപ്പെടുന്ന സമയത്ത് അപ്പോഴെങ്കിലും ഈ നമ്മൾ ഈ റിപ്പോർട്ട്, അതായത് കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞ റിപ്പോർട്ട് വാർത്തയൊക്കെ വന്ന് കാണിച്ചു എന്ന് പറഞ്ഞു. അന്നേരമെങ്കിലും അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സംസാരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അല്ലാതെ എന്നോട് പറഞ്ഞില്ല കേട്ടോ. അല്ല അതിനു മുമ്പ് CBI കുറ്റമുക്താക്കി എനിക്കൊന്ന് സംസാരിക്കാൻ സമയത്ത് തന്നെയാന്ന് തോന്നുന്നു. CBI അതെന്നോട് പറഞ്ഞ 3 സെറ്റ് പോലീസുകാരെ നിർത്തിയിട്ട് അവർക്കൊന്നും മേലാന്ന് പറഞ്ഞു. പിന്നെ
എനിക്കാണ് വിഷമം വരിക. കുഞ്ഞിനെ കണ്ടുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങ് ഈ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി ആൾക്കാർ നിൽക്കുന്ന ആൾ ഒറ്റയ്ക്ക് ഒരു ദിവസം ഒരു പണിക്ക് പോലും കാണാൻ മേലാത്ത ഒരാളിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം. 75 വയസ്സോ 73 74 വയസ്സുള്ള ആളിനോട് പറയുമ്പം മോളെ ഭാര്യയ്ക്കായിരുന്നു വിഷമം വരിക. ഞങ്ങൾക്ക് കുടുംബമായിട്ട് വിഷമമാണ്. ഞങ്ങൾ തമ്മിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് എപ്പോഴേ ഈ പറയുന്ന പോലെ നമുക്കൊരിക്കലും മനസ്സിലാകത്തില്ല. എനിക്ക് തന്നെ മനസ്സിലാകത്തില്ല. ഞാനിങ്ങനെ ഒരു സിമ്പിൾ മൈൻഡ് നേരിട്ട് പറഞ്ഞാൽ എനിക്ക് കാര്യം മനസ്സിലാകത്തില്ല. അതെനിക്കിങ്ങനെ ചില കാര്യങ്ങൾക്ക് ഉമ്മൻചാണ്ടി കണ്ണി നോക്കിയാൽ പുള്ളിക്ക് ദേഷ്യം എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. ഞങ്ങളോട് അത് കണ്ണിന് ദേഷ്യം എക്സ്പ്രഷൻ വരുവാണ്. ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് അതായത് ആരെക്കുറിച്ചും ഒരു കമൻറ്റ് പറഞ്ഞുകൂടാ, നെഗറ്റീവ് കമൻറ്റ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പറഞ്ഞുകൂടാ എന്ന് അത് പുള്ളിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാൻ പാടില്ല. കാര്യം വെച്ചാൽ ഇങ്ങനെ നോക്കും. അത് ലാസ്റ്റ് വരെ ബാംഗ്ലൂർ വെച്ച് പോലും എന്തെങ്കിലും കമൻറ്റ് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കും. ആ നോട്ടം വേറെ ആൾക്ക് മനസ്സിലാതെ എനിക്കടിച്ചോ. അദ്ദേഹത്തിന്റെ ഭാര്യ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് വെച്ചത്. അത് വെച്ചാൽ അത് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു. അതെനിക്ക് മനസ്സിലായിട്ടായിരുന്നു. ആൻ്റണി എനിക്ക് പറഞ്ഞപ്പോഴേ എനിക്കത് സ്ട്രൈക്ക് ചെയ്ത്. അപ്പം ഞാൻ ഒരുപാട് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരുപാട് മോശക്കാരിയായിട്ടുണ്ട്. ആർക്കും ഉമ്മൻചാണ്ടി ഭക്ഷണം കഴിക്കണമെന്നോ ഉറങ്ങണമെന്നോ രക്തബന്ധങ്ങൾക്ക് പോലും ഇല്ല. ഉമ്മൻചാണ്ടിക്ക് തിരക്കല്ലേ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പുള്ളി ആരോഗ്യം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ഭാര്യയെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇവിടെ ഇലക്ഷൻ എടുത്താൽ അല്ലാതെ തന്നെ ഒരു 11 മണിയായിട്ട് പിന്നെ ആൾക്കാരെ ചുമ്മാതെ ഉമ്മൻചാണ്ടി അടുത്തിരിക്കണം, ചുമ്മാ ഇരിക്കും. സോറ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കുക, അടുത്തിരിക്കുക. എത്ര വയസ്സായിട്ട് അടുത്തിരുത്താൽ മതി അവർക്ക്. അപ്പോൾ എനിക്ക് അപ്പോൾ ടെൻഷനാണ്. പിന്നെ പുള്ളി ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, ആരോഗ്യം കിട്ടത്തില്ല. ഭയങ്കര ആരോഗ്യമുണ്ട്. എല്ലാം ഇങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാതെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ പൊയ്ക്കോ. അത് ഭക്ഷണം കഴിച്ചേച്ച് പൊയ്ക്കോ. ബിരിയാണി വിളിച്ചു പോയി വെള്ളം കുടിക്കുന്നോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ. മറ്റേ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ശബ്ദം പോകുന്നു ലാസ്റ്റൊക്കെ. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അതിൻ്റെയൊക്കെ വയർലെസ് ഫോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ലാൻഡ് ഫോൺ വീട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് മൊബൈൽ ഫോൺ എടുത്താൽ ഉടനെ ശബ്ദം പോകുക. അന്ന് അദ്ദേഹം ഈ ആശുപത്രി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ വിവാദങ്ങൾ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നല്ലോ. അതൊക്കെ എങ്ങനെയാണ്? അത് ചാട്ടിപ്പെട്ടൊരു കടുംപെട്ടി വെട്ടിയതല്ലേ മോളെ. അത് നമുക്കറിയാം. അതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലായിട്ടെല്ലാം കഴിഞ്ഞു. ഇനി അറിഞ്ഞിട്ട് എന്താ പോലും അല്ല. ആൾ പോയി പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ടും ഞങ്ങൾക്കറിയാമായിരുന്നു. അത് എന്നെ കൂടുതലായിട്ട് പറഞ്ഞെങ്കിലും ചാണ്ടിക്കുട്ടി വെട്ടിയത്. പക്ഷെ അതങ്ങ് വലിയ കേൾക്കാതങ്ങ് പോയി. പക്ഷെ വളരെ ഒരുപാട് സ്നേഹിക്കുന്ന തിരുമേനിമാർ പോലും പറഞ്ഞിട്ടുണ്ട് ഇത് ചാണ്ടിയപ്പൻ ഇട്ടാൽ കിട്ടുന്നു. അന്ന് ഇത് അദ്ദേഹം ഒരു സൈഡിൽ അദ്ദേഹം ആശുപത്രിയിലാണ്, അല്ല അതിനകത്ത് എന്തെങ്കിലും കഴിവുണ്ടോ? 2019 ഈ ഇതുവരെ 10-15 ഫയൽ എൻ്റെ ഇരിപ്പുണ്ട്. ഉമ്മൻചാണ്ടി പോകാത്ത ആശുപത്രിയുണ്ട്. മേയോ ക്ലിനിക്ക് തൊട്ട് ഇങ്ങോട്ട് പിന്നെ ദുബായിൽ എത്ര ആശുപത്രിയുണ്ട്. വെല്ലൂർ ആശുപത്രി, എറണാകുളത്ത് ആശുപത്രി, ഇവിടുത്തെ ആശുപത്രി, എത്ര ഇവിടെ മെഡിക്കൽ കോളേജ് ആർട്ടൊക്കെ നോക്കിയത് എത്രയോ പ്രാവശ്യം നോക്കിയിട്ട് അതൊക്കെ അതേപോലെ അസത്യമായിട്ടുള്ള ഈ പറഞ്ഞ ഒരു വിവാദം ഉണ്ടാക്കാൻ മാത്രം. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പം ആൻ്റണി സാർ അതുപോലെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും വരാറുണ്ടോ? വി എം സുധീരനും വരാജി കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് അധികം ഇപ്പം ട്രാവലില്ല. വി എം സുധീരനും ഭാര്യയൊക്കെ വന്നിട്ട് ആൻ്റണി വൈഫ് വന്നിട്ടുണ്ട്, ഹസനും വൈഫും വന്നിട്ടുണ്ട്. പിന്നെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയില്ലാത്ത എന്നോട് അത് എന്ത് മിണ്ടാൻ. ഞാൻ ഉമ്മൻചാണ്ടി പണ്ട് പറയുമായിരുന്നു ആസുഖമായിട്ടിരിക്കും. ഞാൻ അങ്ങനെ ഹോപ്പ് കൊടുത്തുണ്ട്. നമുക്കൊരു മറ്റേ വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ എടുത്തിട്ട് കാരവാൻ എടുത്തിട്ട് ആൻ്റണിയും എലിസബത്തിനെയും സുധീറിനെയും KC ജോസഫിനെയും അവരെല്ലാവരും കുടുംബമായിട്ട് നമുക്ക് കന്യാകുമാരി കാസർഗോഡ് വരെ പോകാം. അങ്ങനെ പുള്ളിയുടെ മുഖം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളിക്ക് ഹോപ്പ് കൊടുത്തിരുന്നു എപ്പോഴും. പുള്ളിക്ക് ഒരിക്കലും അവന് മരിച്ചോ എന്ന് ചിന്ത ഉണ്ടായോ എന്ന് ഞങ്ങൾക്കും ഇല്ലായിരുന്നു. 5-6 അല്പ ഡോക്ടേഴ്സ് പറഞ്ഞാണ് സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ടും
മലയാളി നോൺ മലയാളി. ഇവിടെ മലയാളി 3-4 ആലപ്പുഴ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് സാറിനൊപ്പം ഒരുപാട് പ്രായമായ ആൾക്കാരും ഒക്കെ ഉണ്ടാവും, രാത്രി ഉറക്കം ഒഴിഞ്ഞൊക്കെ ഉണ്ടാവുമെന്ന്. ആ ആൾക്കാരൊക്കെ ഇപ്പോഴും വരാറുണ്ടോ? അവർക്ക് പ്രവർത്തനത്തിന് കൂടെ ഉണ്ടാവാറുണ്ടോ? കുറേ സീനിയേഴ്സ് ഉണ്ട് ഇപ്പോഴും കൂട്ടത്തിലുണ്ട്. പക്ഷേ ഒത്തിരി ഉള്ളത് യൂത്താണ്. ഇപ്പം യൂത്തിൻ്റെ ആ എനർജിയും കാര്യങ്ങളും രണ്ടും കൂടി മിക്സായി ഇപ്പം ഞാൻ കാണുന്നത്. പ്രായമായവരുണ്ട്, പ്രായമായ വോട്ടേഴ്സ് ഒത്തിരി ഇല്ലേ, പിന്നെ കൊച്ചു പിള്ളേരുടെ എനർജി വേണ്ടേ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഒരു മിക്സാണ് ഞാനിപ്പോൾ കാണുന്നത്. ഈ ഫേസ്ബുക്കും റീൽസും ഒക്കെ കാണാറുണ്ടോ? അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള പൊളിറ്റിക്സ് ഒക്കെ കാണാറുണ്ടോ? ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല. എനിക്ക് മൊബൈൽ തന്നെ റേഡിയേഷനാണ്, ലാൻഡ് ഫോൺ അങ്ങനെ ഉപയോഗിക്കുന്നത് പോലെ. ഇപ്പോൾ വളരെ ചുരുക്കമായിട്ടേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. ഇങ്ങനെയാണ് ഈ ആൾക്കാരുടെ വരവും പോക്കും ഒക്കെ അന്ന് ഇവിടെ വന്ന സമയം തൊട്ടേ ഉള്ളതാണല്ലോ. അല്ല, ഉമ്മൻചാണ്ടി എന്നും ആൾക്കാരുടെ നടുവിലാണ്. ആൾക്കാർ വീട്ടിൽ കരോട്ട എല്ലാ ഞായറാഴ്ച ശനി ഞായർ ഇവിടെ വരത്തുണ്ടായിരുന്നു. അപ്പോൾ ചാണ്ടിമോനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ നാളിന് ശേഷം ഇവിടെ ഒരു ദിവസം ഞായറാഴ്ച മിക്കവാറും ഞാൻ ട്രിവാൻഡ്രം ആയിരിക്കും. ഒരു ഞായറാഴ്ച ഇവിടെ വന്നപ്പോൾ അപ്പം മറ്റേ വീട്ടിലാണ്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ശരിക്കും കുഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ ആൾക്കാരുടെ നടുവിലിങ്ങനെ ഞായറാഴ്ച ദിവസം. ഇപ്പോഴും ആ ഞായറാഴ്ച ഉമ്മൻചാണ്ടിയുടെ അന്നോ ഞായറാഴ്ച സംഗമം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ ഇപ്പം പെരുമാറ്റച്ചട്ടമായുണ്ട് അതില്ല ഈ കാലഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ. ഈ ചാണ്ടിയുമ്മൻ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു, പുതുപ്പള്ളി പള്ളിയിൽ പോകുന്ന അപ്പ അത് അമ്മയോട് കൂടിയതിന് ശേഷമാണ് ആ ഒരു ശീലം സ്ഥിരമായത്. അല്ലേ, പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കാണുന്നത് അന്ന് പള്ളി തുറന്നിട്ടില്ല, കക്ഷി വഴക്കൊക്കെ ആണ്. എന്നാലും ഉമ്മൻചാണ്ടി വന്ന കുരിശടിയിലെ അന്ന് 2 രൂപ വലിയ വിലയാന്ന്, 2 രൂപ നിറച്ച് ഇട്ടിട്ട് പോകുന്നതായിരിക്കും ഉമ്മൻചാണ്ടി നല്ലതായിട്ടറിയാം. അത് കുറേ. അപ്പം എനിക്കതൊരു വല്ലാത്ത ഒരു കുർബാന, ഞായറാഴ്ച കുർബാന കൂടാതിരിക്കുന്നത് എനിക്ക് ഓർക്കാൻ മേലാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞ് കുർബാന എന്തായാലും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, തിരക്കാം. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ കാണാൻ വരും. അപ്പോൾ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, എൻ്റെ ബാവേ, ഉമ്മൻചാണ്ടി കുർബാന സ്വയമായിട്ട് കാണാനും പോകത്തില്ല, വെറുതെ 500 രൂപയുടെ കുർബാന മുടക്കുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞു, കുറേ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞു 2 കുർബാനയാക്കി ഇവിടെ. ആദ്യം 1 ഉള്ളായിരുന്നു, പിന്നെ 2 ആക്കി, 2 സർവീസാക്കി. 2 സർവീസാക്കിയപ്പോഴും ഞാൻ പറഞ്ഞു, കുഞ്ഞ ഈ കുഴിച്ചടി പോയി ഇടുന്നത് ഒന്ന് കൂട്ടണം, കുർബാനയ്ക്ക് കൂടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് 2 സർവീസാണ് ഇത് കുഞ്ഞിന് വേണ്ടി ചെയ്തതാണ്. അപ്പോഴും പുള്ളി ശരി എന്നൊക്കെ പറഞ്ഞ് അത് നടന്നില്ല. ഇത് കഴിഞ്ഞ് ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് മറന്നുപോയി. അടിച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയി, പ്രാരാബ്ദങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് കല്യാണം കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി ഭർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, ഈ ഭക്തിയൊക്കെ വരും. ഇത് കഴിഞ്ഞ് നമുക്ക് കുടുംബജീവിതത്തിലേക്ക് കയറിയപ്പോഴത്തേക്ക് പിള്ളേരുടെ ഭാരങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനിതങ്ങ് മറന്നുപോയി. പ്രാർത്ഥിക്കാനും മറന്നുപോയി, പറയാനും മറന്നുപോയി. പക്ഷെ ഒരു ദിവസം ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു, ഞാൻ നാളെ തൊട്ട് കുർബാനയ്ക്ക് പള്ളിയിൽ പോവാണ്. അന്ന് പോയി തുടങ്ങിയത് ലാസ്റ്റ് വരെ ഒരു ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം മുടക്കിയിട്ടില്ല. അതൊരു വലിയ കാര്യം. പിന്നെ നോയമ്പ് നോക്കുന്നു, അതെന്നോട് കൊടുത്ത് എല്ലാ നോയമ്പും ഞങ്ങൾ കുടുംബമായിട്ട് നോക്കാറുണ്ട്. ചാണ്ടുവിന് ഇപ്പോഴും ഫാസ്റ്റിങ്ങാണ്. ഞാൻ പറഞ്ഞു, മോൻ ഫാസ്റ്റിങ് എടുക്കണ്ട, ഇത്രയും ഓട്ടോ രാവിലെ സൈക്കിളോ കഴിഞ്ഞിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ചാണ്ടുവൻ ഏറ്റവും അധികം വീട്ടിൽ സ്ട്രിക്റ്റായിട്ട് നോമ്പ് നോക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ചാണ്ടിമാനാണ്. കേക്ക് പോലും കഴിക്കത്തില്ല, ഈ വലിയ വന്ന് അതിനകത്ത് മുട്ടയുണ്ടെന്ന് പറഞ്ഞ് കഴിക്കത്തില്ല ചാണ്ടിമോനെ. അപ്പം ഞാനൊക്കെ നോക്കുക, ഫാസ്റ്റിങ് എടുക്കുക. ഇപ്പം ഇല്ല. കുഞ്ഞിന് ഏത് നോമ്പ് ഞാൻ മറന്നുപോയാലും കുഞ്ഞിനോട് ഞാൻ പ്രായമായപ്പോഴത്തേക്ക് ഇതങ്ങ് ഒരു ഭക്ഷണം വേണമെന്ന് വെച്ചാൽ ഞാൻ മിണ്ടത്തില്ല. പുള്ളി ഇങ്ങോട്ട് ചോദിക്കും, നോയമ്പല്ലേ, അപ്പോൾ നോയമ്പല്ലേ, 25 നോയമ്പല്ലേ എന്നൊക്കെ ചോദിക്കും. ഒത്തിരി നോയമ്പ് ഞങ്ങൾക്കുണ്ട്. അതെല്ലാം സ്ട്രിക്റ്റായിട്ട് നോക്കുമായിരുന്നു. നമ്മളെ കാണുന്നത് അദ്ദേഹം പൊതുവേദികളിലും എത്ര തിരക്കാണെങ്കിലും ആൾക്കാരോട് ഭയങ്കര സൗമ്യനായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്.
അദ്ദേഹം വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വളരെ സോഫ്റ്റ്. അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി ഏറ്റവും 2-3 ക്വാളിറ്റിയുള്ള ഒന്ന് ക്ഷമ, താഴ്മ, ഡൗൺ ടു എർത്തായിരുന്നു. പിന്നെ കരുതൽ. മോളിപ്പോൾ എന്നെ കാണാൻ വന്ന അല്ല മോളെങ്ങനെ വന്നു, തിരിച്ചെങ്ങനെ പോവും, വല്ലതും കഴിച്ചോ, വഴി കുഞ്ഞിനെ കാണാൻ വരുന്നവർക്കൊക്കെ അങ്ങനെ എപ്പോഴും അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. അതാണ് ചീത്ത വിളിച്ചാലും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അങ്ങനെ ആ സാഹചര്യത്തിൽ അങ്ങനെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അവർ പറയുന്നത്. അപ്പം അത് നമ്മൾ പെട്ടെന്ന് നമ്മളൊരാൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരത് ഓർക്കത്തില്ല. അവിടെ സാഹചര്യത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ നമ്മളോട് ദേഷ്യപ്പെടുന്നു. എനിക്കും അതൊന്നും അറിയത്തില്ലായിരുന്നു. കുറേ ഉമ്മൻചാണ്ടിനെ പഠിപ്പിച്ചു, കുറേ ദൈവം എന്നെ പഠിപ്പിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വേദിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുന്നു, അദ്ദേഹം വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറയുന്നു. അതേസമയത്ത് ഉമ്മൻചാണ്ടിയോടും ഒരാൾ ഇതുപോലെ ചോദ്യം ചോദിക്കുന്നു, അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. ആ ഒരു വ്യത്യാസം അത് ഓരോരുത്തരുടെ സ്റ്റൈലല്ലേ, ശൈലിയല്ലേ. ഉമ്മൻചാണ്ടി ശൈലി വേറെ. അതുപോലെ രാഷ്ട്രീയത്തിൽ ആർക്കും ശൈലി അങ്ങോട്ട് പറ്റത്തില്ല. പുള്ളി സരസമായിട്ട് അത് ഡീൽ ചെയ്തു അല്ലേ. അദ്ദേഹം ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളും പേഴ്സണലി ഇപ്പം നമുക്ക് ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാകുമ്പോൾ അതൊക്കെ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഒരു ഭാര്യയോട് ഒരിക്കലും അത് ഏറ്റവും എന്നെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. ഉമ്മൻചാണ്ടി അതാതെ പ്രസൻസ് ഇല്ല. ടെലിഫോൺ വിളിച്ചാൽ ഇതിങ്ങനെ മിണ്ടാൻ പറ്റുന്നത്. ആ ടെലിഫോൺ വിളിച്ച് ഒരു സെൻറ്റൻസിൻ്റെ പകുതിയാകുമ്പോൾ ഞാൻ വിളിക്കാം പിന്നെ വിളിക്കത്തുമില്ല. തിരക്കാം, ആൾക്കാർ വിളിച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വല്ലപ്പോഴും വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണാണ്. പിന്നെ പേഴ്സണൽ സ്റ്റാഫ് കാണും വലിയ ആൾക്കാർ. ഇപ്പോൾ ഒരു ഭാര്യാഭർത്തമുള്ള ഒരു കേസുമാണ് ഒരു കോൺഫിഷ്യൻ്റായിട്ടൊന്നും പറയാനൊക്കത്തില്ല. എല്ലാവരോടും വെച്ചിട്ട് പറയാനൊക്കത്തുള്ളൂ. അത് പോരെങ്കിൽ അമ്മയുടെ ശൈലിയാണ്, കുഞ്ഞിൻ്റെ അമ്മയുടെ ശൈലിയാണ്. അമ്മ ഒട്ടും സംസാരിക്കത്തില്ലായിരുന്നു. ആ ശൈലി തന്നെ മോനും അതിനെക്കാട്ടി കുറച്ചേ ചാണ്ടിമോൻ സംസാരിക്കുന്നത്. അതിന് നല്ല പിശുക്കുണ്ട്. ചാണ്ടിമോന് സംസാരത്തിൽ നല്ല പിശുക്കുണ്ട്. എന്നിട്ട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ എനിക്ക് സംസാരിക്കണം പോലെ എന്നിട്ടോ? ആ പുള്ളിയുടെ ആ ഒരു ശൈലി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭിത്തിയോട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഭിത്തി പ്രതികരിക്കത്തില്ലല്ലോ. അതുവരെ ഉമ്മൻചാണ്ടി എന്ത് വേണേലും പറയാം, ഇഷ്ടം പോലെ പറയാം. പക്ഷെ യാതൊരു പ്രതികരണം ഉണ്ടാകത്തില്ല. കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് ക്ഷീണി. നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച സംഭവം ഈ സോളാർ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതൊക്കെ അന്നൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ ഷെയർ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്തിരുന്നോ? ഒന്നും തമ്മിൽ ഞങ്ങളുടെ വീട്ടിൽ ശൈലി എന്ന് പറയും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ശൈലിയാണ്. ഒരുപാട് സന്തോഷവും ഒരുപാട് കാര്യങ്ങൾ സന്തോഷിക്കാനായിട്ട് ദൈവം കുഞ്ഞിനും എനിക്കും മക്കൾക്കും എല്ലാം ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഞങ്ങൾ ഒത്തിരി അങ്ങ് സന്തോഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ദുഃഖം വരുമ്പോൾ ഒരുപാട് ദുഃഖിക്കത്തില്ല. അധികം മിണ്ടാത്ത ഒരു ശൈലിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അമ്മയുടെയൊക്കെ. അങ്ങനെ അമ്മയുടെ ശൈലിയാണ്. അത് വീട്ടിലോട്ട് അങ്ങ് പകർന്നു പോയി. അപ്പോൾ സോളാർ കേസിലൊന്നും ഉമ്മൻചാണ്ടി ആരും വിശ്വസിക്കത്തില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ട് പുള്ളിക്ക് ആ ഒരു ദുഃഖ ആൻസൈറ്റി പണമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ FIR ഇട്ടപ്പോഴത്തേക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. CBI FIR ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തുവാ നമ്മുടെ ഇത് മുൻകൂർ ജാമ്യം എടുക്കണം. കുറേ കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി ഞാൻ ജാമ്യം എടുക്കുന്നില്ല, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ. ബെയിലടച്ചാലൊക്കെ എന്നൊക്കെ അപ്പോൾ ഭയങ്കര ധൈര്യം. ചില കാര്യങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ധൈര്യം, ആരും കാണിക്കാത്ത ധൈര്യം. ഇപ്പോൾ BJP എന്നാണ് കൈ കൊടുത്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് പണ്ട് ഏത് വർഷമാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഉമ്മൻചാണ്ടി ഇതുപോലെ പയ്യപ്പാടിലോട്ട് പോവുക, MLA ആണോ മന്ത്രിയാണോ ഒന്നും ഓർമ്മയില്ല. പോകുമ്പോഴത്തേക്ക് ഓപ്പോസിഷൻകാർ വഴി തടയുക. കുഞ്ഞിന് നിർബന്ധം, കുഞ്ഞ് പെട്ടെന്ന് അവിടെ പോയി വിറ്റ മണ്ണത്തം കണ്ട് പോവുക. കുഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി ചെന്നിട്ട് എന്താ വേണം, എന്താ പ്രശ്നം നിങ്ങളുടെ? അവർ പെട്ടെന്ന് പോട്ടെ വണ്ടി പറഞ്ഞു വിട്ടു. അതേ ശൈലി തന്നെ മോൻ കാണിച്ചപ്പോൾ ഞാനതൊക്കെ ഓർത്തു പോയി പെട്ടെന്ന്. CAT ഒരാൾ ഉമ്മൻചാണ്ടി ഒരിക്കൽ അടിച്ചു.
ഒന്നും തിരിച്ചടിച്ചില്ല, കേസും എടുത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് കുഞ്ഞ് ലേബർ മിനിസ്റ്ററായി. ഈ ആൾ INT ചെന്നു, സീറ്റ് പ്രവർത്തകൻ. എന്നിട്ട് ബെസ്റ്റ് ലേബറിന് അവാർഡ് ഉമ്മൻചാണ്ടി തന്നെ കൊടുത്തു. അതൊക്കെ പേഴ്സണൽ സന്തോഷമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ, അതോ കണ്ടതാണോ ഇതെല്ലാം? ഇത് ഇതെന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണേൽ ഉമ്മൻചാണ്ടി ദേഷ്യപ്പെടും, ഒരു പ്രശ്നവും ഇല്ല. അതിനൊരു പ്രശ്നം പുള്ളിക്ക് എന്ത് വേണേലും പറയാം. ഈ ചാണ്ടിയും ഏതാണ്ട് ഇതേ സ്വഭാവം തന്നെ അല്ലേ? അല്ല, പുള്ളിയുടെ ചാണ്ടിമോൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, ശൈലി വേറെയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നമ്മുടെ മറിയന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സാറിന്റെ പോലെ അത് കുഞ്ഞിൻ്റെ ഫേസാ, ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ അല്ല. ചെയ്യും. ഉമ്മൻചാണ്ടി അതേ ഫേസ്. ഇപ്പം എൻ്റെ ഒരു കസിൻ പറയുമായിരുന്നേ, ഉമ്മൻചാണ്ടി തന്നെ പാവാട ബ്ലൗസ് ഇട്ട് വന്നിരിക്കുന്നത്. മറിക്കുട്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ നല്ല ഛായ. ചാണ്ടിമോനുണ്ട്, പുരുഷായുണ്ട്, കുറച്ചുകൂടി ഇത് വരും. പക്ഷേ ചാണ്ടിമോൻ മിക്സാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുഞ്ഞ് മറിക്കുട്ടി അങ്ങനെയല്ല, പക്ഷെ അത് പെണ്ണായി പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പോലെ ഇരുന്നേര്. പിന്നെ ആ കുറച്ച് ശൈലി മറിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുക ദൈവം, 3 പിള്ളേർക്കും കുഞ്ഞിൻ്റെ ശൈലികളെ.